കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. രാജീവൻ സുധീഷിനോട് ഒരു പണി ഏൽപ്പിക്കണമെന്ന് വിചാരിക്കരുത്, ബുദ്ധിമുട്ടാവോ? വേറെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത കൊണ്ടാണ്. ഒന്ന് പോയിട്ട് വരാവോ? സുധീഷിന് തീരെ മനസ്സില്ല പോവാൻ. അരുൺ പറയുന്നുണ്ട്, ഞാൻ ചെയ്യേണ്ട പണിയാണിത്, ഈ കാലും വെച്ച് എനിക്ക് പറ്റാത്തത് കൊണ്ടാ, പ്ലീസ് എന്ന് അരുൺ പറയുന്നുണ്ട് സുധീഷിനോട്. രാജീവൻ, ഒന്ന് പോയിട്ട് വാ സുധീഷേ. രാജീവൻ പറഞ്ഞത് സുധീഷ് ഓർക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ നിധി ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞത്. രാജീവൻ, എന്താ സുധീഷ് ആലോചിക്കുന്നത്? നിധി സുധീഷിനോട്, ഒന്ന് പോയിട്ട് വന്നൂടെ? അച്ഛൻ ആരോടും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ അച്ഛൻ സുധീഷിനോട് ഇങ്ങനെ ചോദിക്കുന്നത്. രാജീവൻ, സുധീഷേ പ്ലീസ്. നിധി, ഒന്ന് പോയിട്ട് വാ, ഒന്നും നോക്കണ്ട. അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ആളാ, പോയിട്ട് വാ സുധീഷേ പ്ലീസ്. നിധി, സുധീഷ് പോയിട്ട് വരും അച്ഛാ. അച്ഛൻ ആശ്വാസമായി. രാജീവൻ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നു. എന്നിട്ട് ഒരു ബാഗുമായി തിരിച്ചു വരുന്നു. നിധി, ഇതാണോ അച്ഛാ കൊണ്ടുപോകേണ്ടത്? അതേ മോളെ. രാജീവൻ, ഒരു ഡീൽ ഉറപ്പിച്ചതിൻ്റെ ഭാഗമായി കൈമാറണം. മുഴുവൻ രൂപയായിട്ട് പറ്റില്ല, പകുതി സ്വർണവും പകുതി ക്യാഷുമായിട്ടാണ് കൈമാറാ എന്ന് പറഞ്ഞത് എന്ന് രാജീവൻ. അതുകൊണ്ടാണ് വിശ്വസ്തനായ ഒരാളെ മാത്രമേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. രാജീവൻ സുധീഷിന് ബാഗ് കൈമാറുന്നു. എന്നിട്ട്, ഇത്രയും പണവും കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട, ബാഗ് കാറിലുള്ള കാര്യം ഓർക്കുകയേ വേണ്ട, വെറുതെ പോകുന്ന പോലെ പോയാൽ മതി, ഒരു ടെൻഷനും വേണ്ട. ഹൈവേയിൽ കൂടെ പോയാൽ മതി, ഒരു ചെക്കിങ്ങും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിച്ചാൽ മതി, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. സുധീഷ് ഇവിടെ ഉണ്ടായത് ഭാഗ്യം. എന്നാൽ ഇറങ്ങിയാലോ സുധീഷിനോട്. സുധീഷ്, നിധി സുധീഷിനോട്, മുഖം എന്താ ഇങ്ങനെ, ഇതുവരെ കാണാത്തൊരു ഭാവം? എനിക്കോ? അതെ, പേടിച്ച പോലെ ഒരു മുഖം. എനിക്കങ്ങനെയൊന്നുമില്ല. സുധീഷ് എങ്ങനെ പേടിക്കാണ്ടിരിക്കും? സുധീഷിനറിയാം സുധീഷിനെ കൊടുക്കാൻ പോവുകയാണെന്ന്. സുധീഷ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. സുഭാഷ് പണിസ്ഥലത്ത് ഉച്ചയ്ക്ക് എല്ലാവരെയും ഊണ് കഴിക്കാൻ വിളിക്കുന്നു. പണി മതിയാക്കി എല്ലാവരും ഊണ് കഴിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ വെയിലത്ത് എന്തിനാ ഭയ്യ ആ കുട്ടിയെ ഭക്ഷണം കൊണ്ടുവരാൻ പറയുന്നത്? പറഞ്ഞാൽ കേൾക്കണ്ടേ, അവൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയല്ലേ. സുഭാഷ്, എന്തിനാ ഈ വെയിലത്ത് ഭക്ഷണം കൊണ്ടുവന്നത്? ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവിനാഷ് വന്ന് ഭക്ഷണം എടുത്തിട്ട് പോവില്ലേ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ കൈമാറി കഴിക്കുന്നു. വീട്ടിൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുക. ഇത് വഴുതിരിങ്ങ കറിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തിയും ചോറും എല്ലാം ഉണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ട്, ഏട്ടന് ചോറ് വേണം, എനിക്ക് ചപ്പാത്തി, അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് കഴിക്കുന്നു. നീതുവും ഹരീഷും ഫോണിൽ സംസാരിക്കുകയാണ്. നീതു ചോദിക്കുന്നുണ്ട്, കഴിച്ചോ എന്ന്. ഹരീഷ്, കഴിച്ചു. നീതു, പിന്നെന്താ എന്നോട് തിരിച്ചു ചോദിക്കാത്തത്? ഹരീഷ്, നീ കഴിച്ചില്ലേ? പിന്നെന്താ? ഞാൻ കഴിച്ചു. നീതു, ഈ സമയത്ത് നീ കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിച്ചില്ലേ, നീയും അതുപോലെ എന്നോട് തിരിച്ചു ചോദിക്കണം, കഴിച്ചോ എന്ന്, അതാണ് അതിൻ്റെ മര്യാദ. നീതു, ഞാൻ ഇത്ര നേരം സംസാരിച്ചില്ലേ, നീ എന്തെങ്കിലും പറ. ഹരീഷ്, ഞാനെന്ത് പറയാനാ? എന്നാൽ പിന്നെ ഞാൻ വെച്ചോട്ടെ. നീതു. ഹരീഷ്, അത് വേണ്ട. അപ്പോഴേക്കും പണിക്കാരൻ ചായയുമായിട്ട് വരുന്നു. ഇനി ഈ ചായ കുടിച്ചിട്ട് വേണ്ടുവോളം സംസാരിക്കാൻ ഹരീഷിനോട് പറയുന്നു. സുധീഷ് കാർ ഓടിച്ചു പോകുമ്പോൾ രാജീവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് പോകുന്നു. സുധീഷ്, അയാളുടെ ഉള്ളിൽ എന്തായിരിക്കും? നിധിയുടെ അടുത്തു നിന്ന് എന്നെ ഒരാഴ്ച കൊണ്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. നിധിയോട് എല്ലാം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് സുധീഷ് വിചാരിക്കുന്നുണ്ട്. സുധീഷ് ചെട്ടിയാരെ വിളിച്ച കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. സുധീഷ്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ചതി നടക്കുന്നുണ്ട്, അത് കണ്ടുപിടിച്ചാലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ അങ്ങേരുടെ മനസ്സ് മാറിയതായിരിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ യോഗ്യനാണോ എന്ന് അയാൾ പരീക്ഷിക്കുകയായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്നെ അയാൾ അംഗീകരിക്കും. പിന്നെ നിധിക്ക് എന്നെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങാം. നിധിയുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു.
സുധീഷ് കാറിൽ പോകുമ്പോൾ ഒരാൾ വഴിയിൽ കിടക്കുന്നു. അയാൾക്ക് എന്ത് പറ്റി എന്ന് നോക്കാൻ വേണ്ടി സുധീഷ് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും 4-5 പേര് വന്ന് സുധീഷിനെ പിടിച്ചു. എന്നിട്ട് കാറിലിരുന്ന ബാഗ് എടുത്തിട്ട് പോയി. എന്നിട്ട് സുധീഷിനെ ബലമായി കാറിൽ കയറ്റി. അച്ഛൻ നിധിക്ക് മീൻകറി ഒഴിച്ചു കൊടുക്കുന്നു. അമ്മ നിനക്ക് വേണ്ടി രാവിലെ പോയി വാങ്ങിയിട്ട് വന്നതാണ്. അച്ഛൻ നിധിയോട് ചോദിക്കുന്നത്. സുധീഷ് വിളിച്ചോ? ഇല്ലച്ചാ, വിളിച്ചിട്ടില്ല. ഞാൻ വേണമെങ്കിൽ വിളിച്ചു നോക്കാം. അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞു. എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ തിരിച്ച് ഡ്രൈവ് ചെയ്യായിരിക്കും. അപ്പോൾ വിളിക്കണ്ട എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, നീ എന്നെ വിട്ടിട്ട് ഒരിക്കലും പോവില്ലെന്ന് വിചാരിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതെല്ലാം പോട്ടെ. അപ്പോൾ നിധി സോറി അച്ഛാ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അരുണിനെ ചെട്ടിയാരുടെ മാനേജർ വിളിക്കുന്നത്. സ്വർണവും പണവും അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ്. ഓക്കെ, ബൈ.